യുവതലമുറ നേരിടുന്ന കൊറോണറി ആർട്ടറി ഡിസീസ് ആൻഡ് ഹയർ ഹാർട്ട് റേറ്റിനെ കുറിച്ച് സംസാരിക്കുവാനായി ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഡോക്ടർ സുജിത് JS, MD ഫിസിഷ്യൻ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, പാലക്കാട്. ഡോക്ടർ, ഹൈപ്പർ ടെൻഷനെ നമ്മൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും? ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ സ്ഥിരീകരിക്കാൻ സാധിക്കും? നമ്മൾ ഹൈപ്പർ ടെൻഷൻ പറയണമെങ്കിൽ BP സിസ്റ്റോളിക് 140 മില്ലിമീറ്റർ മെർക്കുറി, ദാറ്റ് ഈസ് 140 മില്ലിമീറ്റർ മെർക്കുറി, ഓർ അല്ലെങ്കിൽ ഡയസ്റ്റോളിക് 90 മില്ലിമീറ്റർ മെർക്കുറി. ക്രോണിക് ആയിട്ട് ഇതിന് മുകളിലുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഈ ഒരു വാല്യൂന്റെ മുകളിൽ, അല്ലാണ്ട് ഒറ്റ വാല്യൂ 140, 90 അതുകൊണ്ട് നമുക്ക് BP ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വേറെ കാര്യം 90% ആൾക്കാർക്കും ഈ ഹൈപ്പർ ടെൻഷന്റെ കാരണം അറിയില്ല. അപ്പൊ അത് നമ്മൾ പറയുന്നത് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ പറയും. 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരും 55 വയസ്സിന് മുകളിലുള്ളവർക്കും വേറെ ഒരു സെക്കൻഡറി കറക്റ്റബിൾ ഫോം ഓഫ് ഹൈപ്പർ ടെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നുവെച്ചാൽ വേറെ എന്തെങ്കിലും ഒരു കാരണം, അതൊരു കറക്റ്റബിൾ സെക്കൻഡറി കാരണം കൊണ്ട് ആവാം. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം. ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് 140 മുകളിലും, ഡയസ്റ്റോളിക് 90 താഴെയും. ഇതാണ് ഐസൊലേറ്റഡ് സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ. ഇത് കൂടുതലും കണ്ടുവരുന്നത് പ്രായമുള്ള ആൾക്കാർക്കാണ്. എന്താണെന്ന് വെച്ചാല് അവരുടെ വാസ്കുലർ കോംപ്ലയൻസ്, എന്നുവെച്ചാല് രക്തക്കുഴലിലെ കോംപ്ലയൻസ് അത് കുറവായത് കൊണ്ടാണ്. ഡോക്ടർ, ഈ അടുത്ത കാലത്ത് യങ് പേഷ്യൻസിന്റെ ഇടയിൽ ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹാർട്ട് അറ്റാക്കിന്റെ റേറ്റ് കൂടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണങ്ങൾ? അതെ, അടുത്ത കാലത്ത് ഹൈപ്പർ ടെൻഷനും ഹാർട്ട് അറ്റാക്കും ചെറിയ പ്രായക്കാരിൽ കൂടുതൽ കണ്ടുവരുന്നു. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജീവിതശൈലിയിലുള്ള വ്യതിയാനങ്ങൾ, വ്യായാമക്കുറവ്, പൊണ്ണത്തടി, ജങ്ക് ഫുഡ്, സ്ട്രെസ്ഫുൾ ലൈഫ്, എന്നുവെച്ചാൽ സമാധാനം ഇല്ലാത്ത ജീവിതം, അതുപോലെ ഡ്രഗ് അഡിക്ഷൻ, എന്നുവെച്ചാൽ മയക്കുമരുന്നിന്റെ ഉപയോഗം. ഡോക്ടർ, ഹൈപ്പർ ടെൻഷനിൽ ഹാർട്ട് റേറ്റിന്റെ പ്രാധാന്യം എന്താണ്? ഹൃദയമിടിപ്പ് കൂടുതലുള്ള ആൾക്കാർക്ക്, എന്നുവെച്ചാൽ നമ്മൾ ഹൈപ്പർ കൈനറ്റിക് സർക്കുലേഷൻ ഉള്ളവർക്ക്, ഹൃദയമിടിപ്പ് കൂടുതലുള്ള ആൾക്കാർക്ക്, അവർക്ക് നമ്മൾ കുറഞ്ഞ ഡോസിൽ ബീറ്റ ബ്ലോക്കർ എന്നുള്ള മരുന്നുകൾ തുടങ്ങും. ബീറ്റ ബ്ലോക്കേഴ്സിന് എക്സാമ്പിൾ പറയുന്നത് മെറ്റപ്രലോള്, ബിസപ്രലോള്, അങ്ങനെ ഉള്ള മരുന്നുകളാണ്. അതുപോലെ ഈ മരുന്നുകൾ നമ്മൾ നെഞ്ച് വേദനയുള്ള പേഷ്യൻസ്, അഞ്ചാനുള്ള പേഷ്യൻസിനും ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കും. പക്ഷേങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ രോഗികൾക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കണം. ഈ തരം മരുന്നുകൾ പെട്ടെന്ന് നിർത്താൻ പാടില്ല. കാരണം ഇത് നിർത്തി 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് റീബൗണ്ട് ആയിട്ട് ഹൃദയമിടിപ്പ് കൂടും. ഇത് ഒരു ഹാർട്ട് അറ്റാക്കിന് കാരണമാകാം. നമ്മളോടൊപ്പം ഇത്രയും നേരം ജോയിൻ ചെയ്തതിന് താങ്ക് യു ഡോക്ടർ.